ഹായ് ഗായ്സ്. ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി. കുറേ ഞാൻ പെരളശ്ശേരി അമ്പലത്തിലൊക്കെ പോയിട്ട്, അപ്പോൾ നമ്മൾ പറയൂലേ, നമ്മളെ കാണാൻ തോന്നുമ്പോഴാണ് നമുക്ക്, നമ്മളെ ദൈവത്തിന് കാണാൻ തോന്നുമ്പോഴാണ് ഇങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടാവുകയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാനിന്ന് ഒരു സോളോ ടെമ്പിൾ ഡേറ്റിന് പോവുകയാണ്, ഫീച്ചറിങ് പെരളശ്ശേരി അമ്പലം. ആസ് യു ഓൾ നോ, കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നാണ്, എൻ്റെ നാട്ടിലാണ്. സോ നമുക്കിന്ന് ആ വ്ളോഗാണ് നിങ്ങളെൻ്റെ ചാനലിൽ കാണാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് മാൾട്ടൻസ് മാജിക്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബസ്സോ ഓട്ടോ മറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കയറി പോകും തലശ്ശേരിയിലേക്ക്. ദെൻ തലശ്ശേരിയിൽ നിന്ന് പെരളശ്ശേരി അമ്പലം. ഗൈസ്, അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ടില്ല പെരളശ്ശേരി അമ്പലത്തിൽ. വരുമ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റിലേറ്റീവ്സിൻ്റെ കൂടെ തന്നെയാണ്, ഫാമിലി റിലേറ്റീവ്സിൻ്റെ കൂടെ ഒക്കെ തന്നെയാണ് വരിക. പക്ഷേങ്കിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് വരുന്നത്. അപ്പോൾ എന്താ പറയുക, എന്തോ ഒരു ഇൻറ്റ്യൂഷനിൽ തോന്നി വരണമെന്ന്, അങ്ങനെ വന്നതാണ്. ഐ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി. എന്താ പറയുക, ശിവേലി എഴുന്നള്ളത്തും കാര്യമെല്ലാമായിട്ട് കൂടെ നടക്കാനൊക്കെ പറ്റി, പ്രദക്ഷിണം വെക്കാൻ പറ്റി, പായസം കിട്ടി, അങ്ങനെ നല്ല ദർശനമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്, ഇനി അവിടെയും കൂടി പോകണം. അങ്ങനെയാകുമ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ഷേത്ര ദർശനം കംപ്ലീറ്റ് ആവും. സോ നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോകാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല, അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, എടുക്കാനും പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ വരുന്നവർ എന്തായാലും, കണ്ണൂർ വരുന്നവരെന്തായാലും പെരളശ്ശേരി അമ്പലം, പറശ്ശിനിക്കടവ്, അങ്ങനെയുള്ള കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്, എല്ലാം വിസിറ്റ് ചെയ്യാം. യു വിൽ ഹാവ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സോ നമുക്ക് നെക്സ്റ്റ് അമ്പലത്തിലേക്ക് പോകാം, എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകാം.